കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് എലമെന്റ് among the following has the highest electronegativity? കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, 2019 ഫസ്റ്റ് ടേം എക്സാമിനേഷന് ചോദിച്ചതാണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏത് എലമെന്റ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ വെച്ച് നമ്മൾ പഠിച്ചതല്ലേ, ഓർക്കുന്നുണ്ടോ? പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഇതനുസരിച്ച് ഏത് എലമെന്റ് ആണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഫ്ലൂറിൻ അല്ലേ. ഇവിടെ നോക്കി, നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ. ആൻസർ എന്താണ്? ഫ്ലൂറിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം ഈസ് 2A2. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് മഗ്നീഷ്യം? 1 മാർക്കിന് ചോദിച്ചതാണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 2A2. അതിന്റെ വാലൻസി എന്താണ് മഗ്നീഷ്യത്തിന്റെ? നമ്മൾ പഠിച്ചതാണ്. എന്താണ് വാലൻസി? Valency is the number of electrons lost, gained or shared by an atom during chemical reaction. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ലോസ്റ്റ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മഗ്നീഷ്യത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് 2A2. അപ്പം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുന്നത്? 2 ഇലക്ട്രോൺസ് അല്ലേ. ആ 2 ഇലക്ട്രോൺസ് തന്നെയാണ് ഈ മഗ്നീഷ്യത്തിന്റെ വാലൻസി അല്ലേ, സെയിം അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നെയാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാണ്? വാലൻസി ഈക്വൽ ടു 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, some elements and their electronic configuration are given in the table. Elements തന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. A, B, C അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, among these elements which has the highest stability? Give reason. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന എലമെന്റ്സിലെ ഏതിനാണ് ഹയസ്റ്റ് സ്റ്റെബിലിറ്റി? അതിന്റെ റീസണും എഴുതുക. നമുക്ക് നോക്കാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്ന ഏതാണ് ഹൈ സ്റ്റെബിലിറ്റി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നോക്കിയേ, ഒന്നാമത്തെ എലിമെന്റ് നോക്കിയേ, ഇവിടെയാണെങ്കിൽ ഇതിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ ഈ എ എന്നുള്ള എലമെന്റിന് 1 ഇലക്ട്രോൺ കളയണം അല്ലേ. രണ്ടാമത്തേനോ ഒന്നും ചെയ്യണ്ട, കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുവോ? ഇല്ല. കാരണം എന്താ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ. 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട്. ഇവിടെ ഇലക്ട്രോൺസ് കളയാനുമില്ല, അക്സെപ്റ്റ് ചെയ്യാനുമില്ല, ഷെയർ ചെയ്യാനുമില്ല. അപ്പൊ അതല്ലേ സ്റ്റേബിള്. എന്നാലും നമുക്ക് അടുത്തതും കൂടെ നോക്കാം. സി, 7 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അവിടെ 1 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ ഇവിടെ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? രണ്ടാമത്തെ എലമെന്റ് ബി ആണ് നമ്മുടെ ആൻസർ. ഏത് എലമെന്റ് ആണ്? ബി ആണ് ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ള എലമെന്റ്. അപ്പൊ അതിന്റെ റീസൺ എന്ത് എഴുതാം? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെന്റ്. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് നിൽക്കുന്നത്. അത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെന്റ്. Next question, from the following statements write those applicable to ionic compounds. Ionic compoundsന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അയണിക് കോമ്പൗണ്ടും കൊവാലന്റ് കോമ്പൗണ്ടും നമ്മൾ പഠിച്ചതാണ്, അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചതാണ്. അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അത് നോക്കിയേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പൊ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തേ, ഏത് അയോണിക് കോമ്പൗണ്ട്? നമുക്ക് സുപരിചിതമായിട്ടുള്ളത് കറിയുപ്പാണ്, ഉപ്പ്, NaCl അല്ലെ. അതൊരു അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർക്കുവാണെങ്കിൽ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് അത് നോക്കാൻ പറ്റും. അപ്പോൾ ഉപ്പ് ഓർക്കുക മനസ്സിൽ. യൂഷ്വലി ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഉപ്പ് ഡിസോൾവ് ചെയ്യും അല്ലെ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. നെക്സ്റ്റ് നോക്കിയേ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് അക്വസ് സൊല്യൂഷൻസ്. അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി കടത്തിവിടും. അത് നമ്മൾ പഠിച്ചതാണ്, അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു ആൻസർ ബി ആണ്.
നെക്സ്റ്റ് നോക്കാം. ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണയായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറില്ല. അപ്പൊ അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ലാസ്റ്റ് വൺ നോക്കിയേ, എക്സിസ്റ്റ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ആണല്ലോ. കറിയപ്പ് സോളിഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പൊ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബിയും സിയും. സോറി, ആൻസർ ബിയും ഡിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഈസ് 2,5. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ബൈ നൈട്രജൻ ടു അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5 എന്ന് തന്നിട്ടുണ്ട്. ഈ നൈട്രജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? എത്ര വേണം? ഈ 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 8 കിട്ടും? 3. അപ്പൊ 3 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ നൈട്രജന് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? 2, 8 എന്നുള്ള സ്റ്റേജിൽ എത്താൻ പറ്റും. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നൈട്രജന് 3 ഇലക്ട്രോൺസ് കൂടി വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡ്രോ ദി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമുലേഷൻ ഓഫ് നൈട്രജൻ മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂളിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഇത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാലോ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5 ആണ്. അപ്പോൾ നൈട്രജൻ മോളിക്യൂൾ 2 നൈട്രജൻ വരയ്ക്കണം. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ ഡോട്ട് ആയിട്ട് വരയ്ക്കുന്നത് ആണല്ലോ. അപ്പോൾ ഈ 5 1 2 3 4 5 ഒരു നൈട്രജന്റെ കേസിൽ 5 വരച്ചു. ഈ നൈട്രജന്റെ കേസിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരച്ചു. ഇനി അത് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന് 3 ഇലക്ട്രോൺസ് ഓരോ നൈട്രജനും കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടത്തെ ഈ നൈട്രജന്റെ 3 ഇലക്ട്രോൺസ് ഈ നൈട്രജന് ഷെയർ ചെയ്യും. ഈ നൈട്രജന്റെ ഈ 3 ഇലക്ട്രോൺ ഈ നൈട്രജനും ഷെയർ ചെയ്യും. അപ്പോൾ അത് രണ്ടും കൂടി ഷെയർ ചെയ്ത് നിൽക്കുന്നതാണ്. നോക്കിയാൽ നൈട്രജന്റെ 5 എണ്ണം വരച്ചു, ഇവിടെ 5 എണ്ണം വരച്ചു. ഇതിന്റെ 3 എണ്ണം കൂടെ ഇത് ഷെയർ ചെയ്തെടുത്തു, ഇതിന്റെ 3 എണ്ണം കൂടെ ഇത് ഷെയർ ചെയ്തെടുത്തു. അങ്ങനെ ഈ നൈട്രജനും 8 ഇലക്ട്രോൺസ് ആയി, ഈ നൈട്രജനും 8 ഇലക്ട്രോൺസ് ആയി. അങ്ങനെ ഇതേ ഇവിടെ നമ്മൾ പഠിച്ചു 3 ബോണ്ട് വരും, ട്രിപ്പിൾ ബോണ്ട് നൈട്രജന്റെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പേഴ്സ് ഓഫ് ദി എലമെന്റ്സ് എക്സ് ആൻഡ് വൈ ആർ 13 and 16 റെസ്പെക്റ്റീവ്ലി. അപ്പൊ എക്സിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്, വൈയുടെ അറ്റോമിക് നമ്പർ 16 ആണ്. റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം, എക്സിന്റെയും വൈയുടെയും. എങ്ങനെ എഴുതാം? എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എക്സിന്റെ അറ്റോമിക് നമ്പർ എത്രയും തന്നിട്ടുണ്ട്? 13 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 8 3 അല്ലേ എക്സിൻ്റെത്. ഇനി വൈയുടേതാണെങ്കിലോ, വൈയുടെ അറ്റോമിക് നമ്പർ എത്രയും തന്നിട്ടുണ്ട്? 16. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 8 6. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ വാലൻസി ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും വാലൻസി എത്രയാണെന്ന് എഴുതുക. എക്സിന്റെ വാലൻസി എത്രയാണ്? നമുക്കറിയാം. വാലൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക, ലോസ് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സിന്റെ കേസിൽ ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺ അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന്റെ വാലൻസി എത്രയാണ്? എക്സിന്റെ വാലൻസി 3. ദെൻ ഇവിടെ വൈയുടെ കേസിലോ 6 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് അല്ലേ. ഇവിടെ 6 ഇലക്ട്രോൺസ് കളയുന്നതാണോ ഇതിന് എളുപ്പം, അതോ 2 ഇലക്ട്രോൺസ് കൂടെ അക്സെപ്റ്റ് ചെയ്ത് 8 ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുന്നതാണോ എളുപ്പം? 2 ഇലക്ട്രോൺ കൂടെ അക്സെപ്റ്റ് ചെയ്തതാണ് അല്ലേ. 2 ഇലക്ട്രോൺ കൂടെ അക്സെപ്റ്റ് ചെയ്ത് 8 ഇലക്ട്രോൺ ആയിട്ട് നിൽക്കും ആര്? വൈ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ കൂടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ വാലൻസി എത്രയാണ്? 2 ആണ് ഇതിന്റെ വാലൻസി. The third question നോക്കിയേ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഈ എക്സും വൈയും ചേരുന്ന മോളിക്കുലാർ ഫോർമുല എഴുതണം. നമുക്കറിയാം വാലൻസി അറിയാമെങ്കിൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാൻ എളുപ്പമല്ലേ. മോളിക്കുലാർ ഫോർമുല എഴുതാൻ ആദ്യം അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എഴുതാം, എക്സും വൈയും അല്ലേ. ഇനി എക്സിന്റെ വാലൻസി എത്രയാണ്? 3 എന്ന് തന്നിട്ടുണ്ട്, 3. വൈയുടെ വാലൻസിയോ 2.
താഴെ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളേ. നേരിട്ട് എഴുതാൻ അറിയാവുന്നെങ്കിൽ കുറെ എഴുതി വരുമ്പോൾ എളുപ്പമാകുമ്പോൾ നേരിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങ് നേരിട്ട് എഴുതുക. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. ഇന്റർചേഞ്ച് ചെയ്ത് സഫിക്സ് ആയിട്ട് എഴുതുക. അതായത് എക്സിന്റെ വൈക്ക് എഴുതണം, വൈയുടേത് എക്സിന് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? എക്സിന്റെ അവിടെ എന്ത് വരും? 2 വരും. വൈയുടെ അവിടെ എക്സിന്റെ ബാലൻസ് 3. കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാണ് സ്മോളസ്റ്റ് നമ്പർ അല്ലെ. ഇതിനൊരു കോമൺ ഫാക്ടർ ഇല്ല. ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല X2Y3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മഗ്നീഷ്യത്തിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ വാട്ടർ ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്. ഗിവ് റീസൺസ്. ഇപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ അതിന്റെ ഇടയിലുള്ള കെമിക്കൽ ബോണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതിന്റെയൊക്കെയാണ്? വാട്ടറിന്റെയും മഗ്നീഷ്യം ഓക്സൈഡിന്റെയും ഉള്ള കെമിക്കൽ ബോണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ റീസൺ കൊടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാലോ, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തന്നിരുന്നാൽ ഏത് ടൈപ്പ് ബോണ്ടാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്ന വാട്ടർ ആണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എടുക്കുക. ഹൈഡ്രജനും ഓക്സിജനും അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസിന്റെ ഡിഫറൻസ് എടുക്കുക. ആ കിട്ടുന്ന സംഖ്യ 1.7 1.7 1.7 കൂടുതലോ ആണെങ്കിൽ അത് അയോണിക് ബോണ്ട്, 1.7 കുറവാണെങ്കിൽ കോവാലന്റ് ബോണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കാം. വാട്ടർ മോളിക്യൂൾ ആദ്യത്തേത്. വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും. ഓക്സിജന്റെ 3.44, ഹൈഡ്രജന്റെ 2.2. നോക്കിയാൽ മൈനസ് ചെയ്ത് നോക്കാമല്ലോ. 3.44 മൈനസ് 2.20 1.24 കിട്ടും. അപ്പോൾ അത് ഏത് ബോണ്ടാണ്? 1.7 കുറവാണ്. അതുകൊണ്ട് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് കോവാലന്റ് കോമ്പൗണ്ട് ആണ്. കോവാലന്റ് ബോണ്ടാണ് അതിനിടയിലുള്ളത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ളത് കോവാലന്റ് ബോണ്ടാണ്. ഇനി മഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിലോ, മഗ്നീഷ്യം ഓക്സിജനും എടുക്കുക. 3.44 മൈനസ് 1.31, അപ്പൊ 2.13 കിട്ടും. 2.13 എന്ന് പറയുന്നത് 1.7 കൂടുതലാണ്. സോ MgO എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട് ആണ്. മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. അപ്പോൾ ഇതിന്റെ റീസൺ എങ്ങനെ എഴുതാം? കോവാലന്റ് ബോണ്ട് കിട്ടിയതിനും അയോണിക് ബോണ്ട് കിട്ടിയതിനുമുള്ള റീസൺ എങ്ങനെ എഴുതാം? If the difference in the electronegativity values of elements in a compound is 1.7 or more, the compound shows ionic character. And if it is less than 1.7, the compound shows covalent character. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. 1.7 നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ 1.7 മാത്രം ഓർത്തിരിക്കുക. കൂടുതലാണോ കുറവാണോ, കൂടുതൽ കിട്ടുമ്പോഴാണോ കോവാലന്റ് കിട്ടുന്നത്, കുറവ് കിട്ടുമ്പോഴാണോ അയോണിക് കിട്ടുന്നത് എന്ന് മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 1.7 എഴുതി നോക്കുക. 1.7 ഓർത്തിരിക്കുക. 1.7 എന്ന് എഴുതിയിട്ട് അടിയിൽ ഒരു വര വരയ്ക്കുക. അതായത് 1.7 ഇങ്ങോട്ടിട്ട് എഴുതുക. അതിൽ കൂടുതലാണെങ്കിൽ ഇവിടെ അങ്ങ് എഴുതുക അയോണിക് ബോണ്ട്. അതിൽ കുറവാണെങ്കിൽ ലെഫ്റ്റിലോട്ടിട്ട് എഴുതുക കോവാലന്റ് ബോണ്ട്. ഒരിക്കലും മറക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് സോഡിയം ഓക്സൈഡ് ഈസ് ഗിവൺ ബിലോ. സോഡിയം ഓക്സൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ ഹിന്റ് തന്നിട്ടുള്ളത് നോക്കി. അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11 ആണ്, ഓക്സിജൻ 8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആറ്റം ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഏത് ആറ്റമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്? നോക്കിയേ, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. അപ്പൊ സോഡിയത്തിന്റെ ഇതാ ഒരു ഇലക്ട്രോൺ, സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, സോഡിയത്തിന് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 11. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 281. ഓക്സിജന്റെതോ 26, 281. അപ്പോൾ ഇതിന്റെ 1 ആണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സോഡിയത്തിന്റെ 1, ഓക്സിജന്റെ കേസിലോ 6. 1 2 3 4 5 6. ഇതിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആറ്റം ഏതാ? ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സോഡിയവും ഓരോ ഇലക്ട്രോൺ വീതം ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തു, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ Na+ ആയി. ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി പ്ലസ് ആയിട്ട് മാറി, പ്ലസ് ആയി പോസിറ്റീവ് അയോണായി, സോഡിയം പോസിറ്റീവ് അയോണായിട്ട് മാറി. ഓക്സിജന് 2 ഇലക്ട്രോൺ കിട്ടി, 2-. അപ്പോൾ ഓക്സിജൻ ആണ് കിട്ടിയത്, ഡൊണേറ്റ് ചെയ്തത് സോഡിയം. അപ്പോൾ ഇതിൽ ഡൊണേറ്റ് ചെയ്തത് ഏതാറ്റമാണ്? സോഡിയം ആറ്റം. The next question, write the electronic configuration of oxide ion.
ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിജൻ 2 സോഡിയം ആറ്റത്തിൽ നിന്നും ഓരോ ഇലക്ട്രോൺ സ്വീകരിച്ച് ഓക്സൈഡ് അയോണായി മാറിയപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായി? 2 6 ആയിരുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 ആയി അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2 8. അതവിടെ നിൽക്കട്ടെ. ഇതൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ O2 മൈനസിന്റെ ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8 അല്ലേ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6. ഇനി O2 മൈനസ് എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ 2 ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴാണ് 2 നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. O2 മൈനസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 2 ഇലക്ട്രോൺ കൂടി സ്വീകരിച്ച് 2 മൈനസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എത്രയാവും O2 മൈനസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? 8 + 2 10 അല്ലേ? ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എളുപ്പമല്ലേ? 10 വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കേ. 2 8. അത് തന്നെയല്ലേ ഇതും? അപ്പൊ ഇതൊന്നും തന്നിട്ടില്ലെങ്കിലും O2 മൈനസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ എഴുതാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് കാറ്റോൺ. കാറ്റോണിന്റെ പേരെന്താണെന്ന്. കാറ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ കാറ്റോൺ എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് അയോൺ ഏതാ? സോഡിയം അയോൺ Na+. അതാണ് കാറ്റോൺ. ദ നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഈസ് പ്രസന്റ് ഇൻ സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡിൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് ഉള്ളത്? നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആണോ നടന്നത്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണോ നടന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുവാണെങ്കിൽ അത് അയോണിക് ബോണ്ടും, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നതെങ്കിൽ കോവാലന്റ് ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. സോഡിയം ഓക്സിജന് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺസ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടന്നാണ് ഇവിടെ ബോണ്ടിങ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ബോണ്ടിങ് ആണ്? അയോണിക് ബോണ്ടിങ്. നോക്കി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോളിക്കുലർ ഫോർമുല ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ഈസ് CCl4. കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട് CCl4. അതിന്റെ ഹിന്റ് നോക്കിയേ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ 2.55, ക്ലോറിൻ 3.16, അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ 6, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ. കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 6 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ 2 4. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺ. അപ്പോൾ ആൻസർ എത്രയാണ്? 4. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഈസ് പ്രസന്റ് ഇൻ CCl4. ഈ CCl4ൽ ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ് ഉള്ളത്? അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നാൽ എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കുക. കാർബണും ക്ലോറിനും നോക്കിയേ, ക്ലോറിന്റെ 3.16, കാർബണിന്റെ 2.55. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0.51 എന്ന് കിട്ടും. 1.7 കുറവാണ്. അതുകൊണ്ട് അത് എന്ത് ബോണ്ടാണ്? കോവാലന്റ് ബോണ്ടാണ്. നെക്സ്റ്റ്, ഡ്രോ ദി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. CCl4ന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബണും 4 ക്ലോറിനും കൂടെ ചേർന്ന് എങ്ങനെയാണ് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നോക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? 2 4. ക്ലോറിൻ്റെതോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലോറിൻ്റെത് 17 ആണ് അറ്റോമിക് നമ്പർ, കാർബണിൻ്റെത് 6. അപ്പോൾ 2 8 7. അപ്പോൾ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിൻ്റെത് 7 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം കാർബൺ വരയ്ക്കുക. കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 പ്ലസ് 4 ക്ലോറിൻ. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 5 6 7. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന്റെ കോമ്പിനേഷൻ. അപ്പോൾ കാർബൺ വരയ്ക്കുക. 1 2 3 4 അല്ലേ? ഇനി ഒരു ക്ലോറിൻ ഇവിടെ. ക്ലോറിൻ 1 2 3 4 5 6 7.
ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിന്റെ കൂടെ വരച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് വരച്ചത്. ക്ലോറിൻ്റെത് 1 2 3 4 5 6 7 1 2 3 4 5 6 7. ഒരു ക്ലോറിൻ കൂടെ ഇല്ലേ? 1 2 3 4 5 6 7. അപ്പോൾ ഓരോ ആറ്റത്തിനും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. അപ്പോൾ ക്ലോറിന് 8 ഇലക്ട്രോൺ വേണമെങ്കിൽ ഈ കാർബണിന്റെ 1 ഇലക്ട്രോൺ കൂടെ ഷെയർ ചെയ്ത് എടുക്കണം ഈ ക്ലോറിന്. ഈ ക്ലോറിനാണെങ്കിലോ 1 ഇലക്ട്രോൺ കൂടെ ഷെയർ ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെ. ഇതാണെങ്കിലോ ഇങ്ങനെ. ഇനി കാർബൺ ആണെങ്കിലോ കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ ഓരോ ക്ലോറിനിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ വീതം ഷെയർ ചെയ്ത് കാർബണും എടുക്കും. ഇങ്ങനെയാണ് കാർബൺ ടെട്രാക്ലോറൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുക. അപ്പൊ കാർബണിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി, ക്ലോറിനും ഓരോ ക്ലോറിന്റെ കേസിലും നോക്കിയേ 8 ഇലക്ട്രോൺസ് ആയി. അങ്ങനെ കാർബൺ ടെട്രാക്ലോറൈഡ് കിട്ടും, CCl4. പിന്നെ ബോണ്ട് രൂപത്തിൽ എങ്ങനെ എഴുതാം? Cl 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 Cl. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.